സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും ഒരുമിക്കാം. ക്രൈസ്തവ ഐക്യത്തിന് ആഹ്വാനവുമായി ലയോ പാപ്പ. ഒന്നാം നിഖ്യ എക്യുമെനിക്കൽ സൂനഹാദോസിന്റെയും 1 നൂറ്റാണ്ട് മുൻപ് സ്വീഡനിൽ നടന്ന ആഗോള ക്രൈസ്തവ കോൺഫറൻസിന്റെയും രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെയും വെളിച്ചത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിൽ കൂടുതൽ ഐക്യത്തോടെ വളരാനും ശുശ്രൂഷ ചെയ്യാനും എല്ലാ ക്രൈസ്തവരോടും ലയോ പാപ്പയുടെ ആഹ്വാനം. സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ ഓഗസ്റ്റ് 18 മുതൽ 24 വരെ തീയതികളിലായി നടന്നുവരുന്ന എക്യുമെനിക്കൽ വാരാഘോഷത്തിന് അയച്ച തന്റെ സന്ദേശത്തിലാണ് ക്രൈസ്തവർക്കിടയിൽ ഉണ്ടാകേണ്ട ഐക്യത്തിന്റെ പ്രാധാന്യത്തിലേക്ക് പാപ്പ വിരൽ ചൂണ്ടിയത്. യേശുക്രിസ്തു സത്യദൈവവും സത്യമനുഷ്യനുമാണെന്ന് പിതാവുമായി ഏകസന്ധ പങ്കിടുന്നവനുമാണെന്ന് പ്രഖ്യാപിച്ച ഒന്നാം നിഖ്യ എക്യുമെനിക്കൽ സൂനഹദോസിന് വ്യവസ്ഥകൾക്കിടയിലും ഐക്യത്തിന്റെ ശക്തമായ അടയാളമായി മാറാൻ സാധിച്ചിരുന്നുവെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. സഭകൾക്കിടയിലെ ഭിന്നതകൾ അതിജീവിക്കാനും ഐക്യം ശക്തിപ്പെടുത്തുവാനും ക്രൈസ്തവ വിശ്വാസ പ്രഖ്യാപനത്തിന് സാധിക്കുമെന്നാണ് കൗൺസിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്ന് പാപ്പ കുറിച്ചു. സമാധാനം എന്നത് മാനവികമായ ഒരു നേട്ടമല്ലെന്നും അത് നമുക്കിടയിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അടയാളമാണെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ക്രൈസ്തവർ അനുരഞ്ജനത്തിന്റെ സൃഷ്ടികളായി ഭിന്നതയെ ധൈര്യത്തോടെയും നിസ്സംഗതയെ സഹാനുഭൂതിയോടെയും അഭിമുഖീകരിക്കാനും മുറിവേറ്റ ഇടങ്ങളിൽ സൗഖ്യം പകരാനും വിളിക്കപ്പെട്ടവരാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. കർത്താവ് തീവ്രമായി ആഗ്രഹിച്ച ഐക്യം സാധ്യമാക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയും സമാധാനാശംസയോടെയുമാണ് പാപ്പ തന്റെ സന്ദേശം അവസാനിപ്പിച്ചത്. 600ഓളം ഓർത്തഡോക്സ്, ആംഗ്ലിക്കൻ, പ്രൊട്ടസ്റ്റന്റ് നേതൃത്വങ്ങൾ പങ്കെടുക്കുന്ന 1925 സ്റ്റോക്ക്ഹോം കോൺഫറൻസും ഇത്തരമൊരു ആഗ്രഹത്തിലാണ് പ്രേരിതമായിരുന്നതെന്ന് പാപ്പ അനുസ്മരിച്ചു. രണ്ടാം വത്തിക്കാൻ കൗൺസിലോടെ എക്യുമെനിക്കൽ മാർഗത്തിലേക്ക് കത്തോലിക്ക സഭ കൂടുതലായി കടന്നു വന്നിട്ടുണ്ട്. മാമോദീസയിലും സഭയുടെ ശുശ്രൂഷാ നിയോഗത്തിലും അടിസ്ഥാനമിട്ട് എളിമയും സാഹോദര്യ സ്നേഹവും ഒത്തുചേർന്ന സംവാദങ്ങളിലൂടെ മുന്നോട്ടു പോകാനാണ് യൂണിത്താറ്റിസ് റെദിന്റെഗ്രാസിയോ എന്ന കൗൺസിൽ രേഖ നമ്മെ ക്ഷണിക്കുന്നത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.